നമ്മുടെ ലൈഫിലേക്ക് ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാൾ കടന്നു വരികയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വലിയൊരു റിലേഷൻഷിപ്പ്, ഒരു ലോങ് ഇയർ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി കംപ്ലീറ്റ്ലി മെൻ്റലി ഇല്ലാണ്ടായി കരഞ്ഞ് ആരോടും സംസാരിക്കാണ്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടുമുട്ടുകയാണ് എന്നുള്ളത്. അവരെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും ഭയങ്കരമായിട്ടുള്ള കെയറൊക്കെ കൊടുക്കണം എന്നുള്ള ഫീലൊക്കെ നമുക്ക് വരും എന്നുള്ളത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ സമാധാനവും അല്ലെങ്കിൽ നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. രാത്രികളിൽ അവരവരെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുന്ന സമയത്ത് നമ്മൾ ഫോൺ കട്ട് ചെയ്യാണ്ട് മണിക്കൂറുകളോളം നമ്മൾ അവരെ അങ്ങനെ ആശ്വസിപ്പിച്ച് നമ്മൾ പരമാവധി നമ്മുടെ സ്നേഹവും കെയറും ഒക്കെ കൊടുത്തിട്ട് അവരെ പഴയ ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടിക്കാനായിട്ട് ശ്രമിക്കണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സമാധാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ ഒരു പ്രസൻസ് കൊണ്ട് അവർ ചിരിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഹാപ്പി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് തിരിച്ചു കിട്ടി എന്നുള്ളത്, എന്നെ ഒരുപാടധികം അവർ സ്നേഹിക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്നൊരു ദിവസം അവരുടെ ട്രോമയും കാര്യങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അവരൊന്ന് സമാധാനത്തിൽ അവർ പുറത്ത് ചാടി എന്ന് തോന്നുന്ന സമയത്ത് അവർ നിങ്ങളെ കൂളായിട്ട് ഒന്ന് ഇട്ടിട്ട് പോകണേ. നമ്മളവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയാനുണ്ടാവും, നീ എനിക്ക് ആ ഒരു ഹാർഡ് ടൈമിൽ എൻ്റെ കൂടെ നിന്ന ഒരു ഫ്രണ്ട് മാത്രമാണ്, എനിക്ക് നിന്നോട് സ്നേഹം എന്ന് പറയണം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നും അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവർ പഴയ പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം വരും, അപ്പോൾ ഇതുവരെ നീ എനിക്ക് തന്ന ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത്, വെറും ഒരു റീപ്ലേസ്മെൻറ്റ് മാത്രമാണോ അത് എന്നുള്ളത്. ഇതിനെയാണ് സൈക്കോളജിയിൽ റീബൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരാളുടെ ആ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു പെയിന് മറക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു ഹീലിംഗ് ടൂളായിട്ട് മറ്റൊരാളെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് ദക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ റീബൗണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറി പറയാം, അല്ലെങ്കിൽ നമ്മൾ റിയലായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി, നമ്മളെ ചുറ്റും കാണുന്ന ഒരു സ്റ്റോറി. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സ്നേഹിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ സംസാരങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കെയറിലൂടെയൊക്കെ അതില്ലാണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ കൂടെ നടക്കുമ്പോഴും എപ്പോഴും എക്സിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ് പാർട്ട്ണറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കുള്ളിൽ ആ ഒരു വിഷമം അത് കളയാനായിട്ട് ചിലപ്പോൾ അത് മാത്രമായിരുന്നു ചിലപ്പോൾ അവർക്ക് വഴി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതോർത്ത് നമ്മളത് കേൾക്കണോ എന്നുള്ളത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവരുടെ എക്സ് പാർട്ട്ണർ അവർക്ക് മെസ്സേജ് അയക്കുകയാണ്, ഈ പറഞ്ഞ എക്സ് അവർക്ക് മെസ്സേജ് അയക്കുകയാണ്, ഐ മിസ് യു എന്നുള്ളത്. അതുവരെ നമ്മുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ആ ഒരൊറ്റ മെസ്സേജിൻ്റെ പുറത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഒരു വാക്കുപോലും പറയാതെ അവരിലേക്ക് പഴയ ആളിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരിതുണ്ട്, എന്തായാലും പറയാമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. എന്താ പറയുക, നമ്മൾ സ്വയം ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എവിടെയാണ് തോറ്റുപോയേ എന്നുള്ളത്, നാം കൊടുത്ത സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ എന്നുള്ളത്. അത് എന്നെ വെറും ഒരു എന്താ പറയുക, ഒരു ഡോള് പോലെയാണ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അത് എന്നുള്ളതാണ്. അവർ നമ്മുടെ ലൈഫിലേക്ക് വന്നത് നമ്മളെ സ്നേഹിക്കാനായിട്ടൊന്നും അല്ല. അവർക്ക് അവരുടെ ആ ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് അവർക്ക് ഒരാളെ വേണം എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അവിടെ നമ്മളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിയിട്ട് അവരുടെ മനസ്സൊന്ന് റെഡി ആയ സമയത്ത് അവർ നമ്മളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് യൂസ് ആൻഡ് ഡിസ്കാർഡ് എന്ന് പറയുന്നൊരു അവസ്ഥയിൽ അങ്ങനെയാണ് പറയാം. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ട്ണറോ അങ്ങനെ ഒന്നുമല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ ഓടിപ്പോകാനുള്ള ഒരു എമർജൻസി എക്സിറ്റ് പോലെ മാത്രമായിരുന്നിരിക്കാം നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ശരിക്കും ഈ റീബൗണ്ട് റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന ആളുകൾ സ്വയം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. അതായത് സെൽഫ് ഡൗട്ട് എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ ഒരു റീബൗണ്ട് റിലേഷൻഷിപ്പിൽ ഒരാളായിട്ട് എന്താ പറയുക റിലേഷൻഷിപ്പിലാവുകയാണ്. അതായത് അയാൾ ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു വിഷമങ്ങളെയൊക്കെ മാറ്റാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ
അത്തരം ഒരാൾ നമ്മളെ അടുത്ത് നിന്ന് പോയാലുള്ള അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ്. നമ്മളിലേക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി മാത്രം വന്നതായിരിക്കുമോ എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇവരും എന്നെ ചതിക്കുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും. ഒരാളെ നല്ല രീതിയിൽ സഹായിക്കാൻ നോക്കിയതിൻ്റെ പേരിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലോക്കായി പോവാണ് ഇവിടെ എന്നുള്ളതാണ്. എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അത് റീബോണ്ട് ചെയ്യണ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നറിയത്തില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലേക്ക്, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ തോന്നും. അതൊക്കെ ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഭയങ്കര സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി മാത്രം മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുക എന്ന് പറയണത് അതെങ്ങനെ സാധിക്കണേ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന തന്നെയാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് വന്ന ആൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണക്കാനായിട്ട്, ആ ഒരു സങ്കടങ്ങളൊക്കെ ഉണക്കാനായിട്ട് മറ്റൊരാളുടെ ഹൃദയം തകർക്കാനായിരുന്നു എനിക്ക് ഇങ്ങനെ തോന്നണു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ചെയ്തത് ഭയങ്കര തെറ്റാണ് എന്നുള്ളതാണ്. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച, അല്ലെങ്കിൽ നിങ്ങളെ കുഴിയിൽ നിന്ന് ഒന്ന് മുന്നോട്ട് നയിച്ച, അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തിയ ആ ഒരു നല്ല മനുഷ്യൻ്റെ സ്നേഹത്തെ ആണ് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലാണ്ടാക്കിയത് എന്നുള്ളത്. ശരിക്കും നമ്മളെങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് ഇത് റീബൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുക എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ടാവും, ഇനിയിപ്പോൾ പുതിയൊരാൾ വരുന്ന സമയത്ത് അത് റീബൗണ്ട് ആണോ, അതായത് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ മുന്നിലൊരു ചോദ്യം നമുക്ക് വരണുണ്ടാവും അല്ലേ. അപ്പോൾ അത് റീബൗണ്ട് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ഫ്ലാഗ്സ് ഉണ്ട്, കുറച്ച് റെഡ് ഫ്ലാഗുകളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, അവരെപ്പോഴും അവരുടെ എക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. ഒന്നുകിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണോ അവരുടെ ഉള്ളിൽ എന്നുള്ളത്. അതായത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ആൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലുണ്ടത്രേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ഫാസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന പാടെ തന്നെ നമ്മളാണ് എല്ലാ ലോകം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ എന്താ പറയുക, ആ ഒരു കംഫേർട്ട് സ്പേസൊക്കെ നമുക്ക് തരണോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു റിങ്ങിൽ തന്നെ കോൾ എടുക്കണോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരാളാണത്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ വാക്വം എന്ന് പറയണത്, അതായത് പഴയ ആൾ പോയതിൻ്റെ ആ ഒരു വാക്വം, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത്, അവർക്ക് നമ്മളുള്ള ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിലൊക്കെയാണ് അവരുടെ താല്പര്യം എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളോടായിരിക്കില്ല അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയും സ്പേസ് അവർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവരോട് കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരെ ഹീലാവാനായിട്ട് ഈ ഒരു സ്പേസ് അവരെ ഹെൽപ്പ് ചെയ്യണു എന്നുള്ളത്. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാനായിട്ടുള്ളത്, നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പൊക്കെ തറന്ന് നിൽക്കുന്ന അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് റിലേഷൻഷിപ്പിലൊന്നും ആവരുത്, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഫീലിങ്ങിലേക്ക് എത്തരുത് എന്നുള്ളതാണ്. അവർക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു നല്ല ഫ്രണ്ടായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ആ ഒരു മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ട് അവർ ആ പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ സമയം എടുക്കുന്നുണ്ടാവും. ആ സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർ സ്വയം ഹീലായതിനു ശേഷം മാത്രമേ മറ്റൊരു പ്രണയത്തിലേക്ക് അവരും കടക്കാവൂ, നമ്മളും അവരിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. ഞാനീ പറഞ്ഞ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് സ്വന്തം എന്താ പറയുക വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് നല്ലവനായി പോയി എന്നുള്ളതാണ്. അത് മാത്രമാണ് എന്നുള്ളതാണ്. ഒരാളുടെ സങ്കടം കണ്ടപ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞു പോയി. പക്ഷേ അതൊരിക്കലും തെറ്റല്ല. പക്ഷേ നിങ്ങളുടെ നല്ലൊരു മനസ്സിൻ്റെ ലക്ഷണമാണ് അത്. പക്ഷേ നമ്മൾ ഓർക്കുക, യു ആർ എ ഹ്യൂമൻ ബീയിങ്, നോട്ട് എ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ളത്.
നിങ്ങളെ വേറെ ഒരു ഓപ്ഷനാക്കി മാത്രം കണ്ട, നിങ്ങളൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് മാത്രം കണ്ട ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ണീരും സമാധാനവും ഒന്നും കളയരുത് എന്നുള്ളതാണ്. അവർ പോയത് നന്നായി എന്ന് മാത്രം വിചാരിക്കുക. കാരണം ഇത്ര ഒരു പ്രണയത്തിൽ കിടക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ സ്നേഹം ഭയങ്കര പ്യുവറാണ് എന്നുള്ളതാണ്. അതൊരാളുടെ ബ്രേക്കപ്പ് മാറ്റാനുള്ള ഒരു മരുന്നാക്കി മാറ്റാനായിട്ട് ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹത്തെ മാത്രം കാണുന്ന, മറ്റൊരാളുടെ റീപ്ലേസ്മെൻ്റ് അല്ലാത്ത നിങ്ങളുടെ ആ ഒരു എസൻസ്, നിങ്ങൾ എന്താണോ അത് മാത്രം മനസ്സിലാക്കുന്ന അത് സ്വീകരിക്കുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. അതുവരെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ മെല്ലെ അവസാനിപ്പിക്കുകയാണെന്ന്. ഓക്കെ, ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു റീബൗണ്ട് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് നിങ്ങൾ ചിലപ്പോൾ പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണ്, ഓക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യുക, ഇറ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. സോ ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് ഇത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.